ഗൈസ് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഈ കേക്ക് എനിക്ക് ഓർഡർ തന്നത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാങ്കിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു കേക്ക് എന്തായാലും ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ സാറിനോട് ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ സാർ ഒന്നും പറഞ്ഞില്ല. നിനക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തോ, എമൗണ്ട് മാത്രം ആൾ പറഞ്ഞു. ഈ ഒരു എമൗണ്ടിൽ ഒതുങ്ങുന്ന ഒരു കേക്ക് വേണം അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന കേക്കാണ്. അപ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു നല്ലൊരു കേക്കായിരിക്കണം, നല്ല ടേസ്റ്റി ആയിരിക്കണം എന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ട്രഫിൾ ചൂസ് ചെയ്തത്. കാരണം എനിക്കറിയാം ഞങ്ങൾ ബാങ്കിൽ ഓരോ സെലിബ്രേഷൻ വരുമ്പോഴൊക്കെ പുറത്തുനിന്ന് കേക്ക് വാങ്ങാം. ഇതുവരെയും ഈ ഒരു ഫ്ലേവർ കേക്ക് അവിടെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അവർ ട്രൈ ചെയ്യാത്തൊരു ഫ്ലേവറും കൂടി ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് സെലക്ട് ചെയ്തത്. ഡിസൈനും സാർ എനിക്ക് തന്നെ വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതിന് ബേസായിട്ട് എടുത്തത് വാനില സ്പോഞ്ചാണ്. ഫില്ല് ചെയ്യണ ക്രീമിൽ ഞാൻ വൈറ്റ് ഗണാഷ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഓരോ ലെയർ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതും ആഡ് ചെയ്തു. വൈറ്റ് ചോക്കോ ചിപ്സും ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഫില്ല് ചെയ്തത്. അങ്ങനെ ക്രം കോട്ടൊക്കെ ചെയ്തു. ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രം കോട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഡിസൈനിലോട്ടായി. ഡിസൈൻ എന്ത് ചെയ്യുമെന്നായി പിന്നെ കൺഫ്യൂഷൻ. കാരണം ബാങ്കിലോട്ട് ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കണമല്ലേ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമാവണ്ടേ കാണുമ്പോൾ. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കി നല്ലൊരു ഡിസൈൻ സെലക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലോട്ട് എത്തിക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു. കാരണം എനിക്ക് ആ ഒരു കുറേ നാളായിട്ട് ചെയ്തുകൊണ്ട് ആ ഫിനിഷിങ്ങിലോട്ട് എത്തിക്കാൻ കുറച്ച് പാടുപെട്ടു ഞാൻ. പിന്നെ വൈറ്റ് ഗണാഷ് മുകളിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്തു. മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് വൈറ്റ് ഗണാഷ് ഒഴിച്ചു. സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്യണ രീതിയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം സൈഡിൽ ഈ നോസിൽ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു. ദെൻ പേരെഴുതി. ഒരു റെഡ് കളറിൽ ഞാനൊരു പിങ്ക് ഷെയ്ഡാക്കി എടുത്തിട്ടാണ് ഞാൻ അതിലാണ് പേരെഴുതിയത്. കാരണം വൈറ്റിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം ഷുഗർ ബോൾസ് കൊണ്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കേക്ക് കട്ട് ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.